നമ്മുടെ മൊബൈലിൽ നമുക്ക് ഒരുപാട് കോളുകൾ വരാറുണ്ട്. നമുക്ക് ആര് കോൾ ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ മൊബൈൽ ലോക്കാണെങ്കിൽ പോലും ആർക്കും എടുത്ത് സംസാരിക്കാൻ സാധിക്കും. എന്നാൽ നമുക്ക് വരുന്ന ഇതുപോലുള്ള കോളുകൾ ചിലപ്പോൾ പ്രൈവറ്റ് കോളുകളായിരിക്കും. ആരും എടുക്കുന്നത് നമുക്ക് ഇഷ്ടമില്ല എന്ന രൂപത്തിലുള്ള കോളായിരിക്കും. എന്നാൽ അങ്ങനെയുള്ള കോളുകൾ മറ്റാരെങ്കിലും എടുത്ത് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് തന്നെ അത് എടുക്കേണ്ടിയിരുന്നില്ല, അത് അവൻ അറ്റൻഡ് ചെയ്യേണ്ടിയിരുന്നില്ല എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമുക്ക് വരുന്ന കോളുകൾ മൊത്തമായും അല്ലെങ്കിൽ നമുക്ക് ഇന്ന ആളുകൾ നമ്മളെ കോൾ ചെയ്യുമ്പോൾ മറ്റാരും എടുക്കരുത് എന്ന രൂപത്തിലും നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഡിഫോൾട്ടായിട്ട് നമ്മുടെ മൊബൈലിൽ ഇങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അതിനായിട്ട് നമുക്കൊരു ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പിൻ ലോക്ക് അല്ലെങ്കിൽ പാറ്റേൺ ലോക്ക് എന്ന രണ്ട് ഓപ്ഷനുണ്ട്. ഏതെങ്കിലും ഒരു ലോക്ക് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഞാൻ പാറ്റേൺ ലോക്ക് ഇവിടെ തിരഞ്ഞെടുക്കുകയാണ്. തുടർന്ന് നെക്സ്റ്റ് കൊടുക്കുകയാണ്. ഇവിടെ ഞാനൊരു പാറ്റേൺ തിരഞ്ഞെടുക്കുകയാണ്. തുടർന്ന് കണ്ടിന്യൂ കൊടുക്കുകയാണ്. വീണ്ടും ആ പാറ്റേൺ തന്നെ ഞാൻ തിരഞ്ഞെടുത്തു. അതിനുശേഷം സേവ് കൊടുത്തു. ഇവിടെ നമ്മൾ കൊടുത്ത പാറ്റേൺ നമ്മൾ മറന്നു പോവുകയാണെങ്കിൽ നമുക്കൊരു 4 അക്ക ഒരു റിക്കവറി പിൻകോഡ് കൂടി ഇവിടെ എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാനിവിടെ 1234 എന്ന് എൻ്റർ ചെയ്തു. വീണ്ടും റീ എൻ്റർ ചെയ്തു 1234. അതിനുശേഷം ഇവിടെ ആപ്ലിക്കേഷൻ ഓൺ ആയിട്ടുണ്ട്. ഇവിടെ ആപ്പ് ലോക്കർ എന്നും സെക്യൂർ കോൾ എന്നും സെറ്റിങ്സ് എന്നും 3 ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിലൂടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷനും ലോക്ക് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കോൾ ലോക്ക് ചെയ്യുന്നത് മാത്രം നിങ്ങൾക്ക് കാണിച്ചു തരാം. ആപ്ലിക്കേഷൻ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളിപ്പോൾ കൊടുത്ത പാറ്റേണിൽ തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷനും ലോക്ക് ചെയ്യാവുന്നതാണ്. സെക്യൂർ കോൾ എന്ന ഭാഗം നമുക്ക് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പെർമിഷൻ അലോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. ഇവിടെ എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ബാക്ക് വരിക. തുടർന്ന് അലോ പെർമിഷൻ ഇവിടെ അലോ കൊടുക്കുക. പെർമിഷൻ അലോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഏറ്റവും മുകളിൽ എനേബിൾ സെക്യൂർ കോൾ ആൻഡ് സെക്യൂർ യുവർ കോൾ വിത്ത് പാറ്റേൺ എന്ന ഭാഗം നിങ്ങൾക്ക് ഇവിടെ എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെക്യൂർ കോൾ ഇൻകമിംഗ് കോൾസ്, അതായത് നിങ്ങൾക്ക് ഇൻകമിംഗ് ആയിട്ട് വരുന്ന എല്ലാ കോളുകളും സെക്യൂർ ആക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. ഓൾറെഡി ടിക്ക് മാർക്ക് ഉണ്ട്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് മൈ പ്രൈവറ്റ് കോൺടാക്റ്റ് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു 5 കോൺടാക്റ്റ് നിങ്ങൾ കോൺടാക്റ്റ് ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ കോൺടാക്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോൺടാക്റ്റ് ലിസ്റ്റിൽ നിന്നും 5 നമ്പറുകൾ 5 കോൺടാക്റ്റുകൾ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് സെക്യൂർ ആക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഷോ കോളർ നെയിം, നിങ്ങൾക്ക് കോളർ നെയിം കാണിക്കണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കാം. ഹെഡ്ഫോൺ കണക്റ്റ് ചെയ്യുമ്പോൾ കോൾ ഡിസ്കണക്റ്റ് ആണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ഡിസ്കണക്റ്റ് ഓൺ റോങ് അറ്റംപ്റ്റ്സ് എന്ന ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോഴാണ്, അതായത് റോങ് പാറ്റേൺ അവർ എൻ്റർ ചെയ്യുമ്പോൾ കോൾ വരുമ്പോൾ ഒരു പാറ്റേൺ ഇവിടെ കാണിക്കും. നമ്മൾ കൊടുത്ത പാറ്റേൺ അല്ലാതെ വേറെ ഏതെങ്കിലും റോങ് പാറ്റേൺ എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം അത് ചെയ്യുമ്പോഴാണ് കോൾ ഡിസ്കണക്റ്റ് ആണ്ടത് എന്ന് ഇവിടെ തിരഞ്ഞെടുക്കാവുന്നതാണ്. അതൊക്കെ തിരഞ്ഞെടുക്കുക. അതിനുശേഷം നിങ്ങൾ കോൾ വന്നു കഴിഞ്ഞാൽ ആർക്കും തന്നെ കോൾ എടുക്കാൻ സാധിക്കില്ല. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. പല സന്ദർഭത്തിലും നിങ്ങൾക്കിത് ഉപകാരപ്രദമായി വരും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അടുത്ത നല്ലൊരു സെഗ്മെൻറ്റിൽ നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.